ഇതൊരു ഒരു നാണവും ഒരു മാനവും ഇല്ലാത്ത ഒരു കാര്യമല്ലേ ഇത്. ഒരു എക്സ്ക്യൂസ് നോക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ഇന്ന് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ഒന്നാണ്. അത് നമ്മുടെ നാട്ടിൽ സസ്റ്റൈനബിലിറ്റിയും പറഞ്ഞു നടക്കുന്ന ഈ ലെഫ്റ്റ് അവർക്കൊരു പ്രധാനപ്പെട്ട ദിവസമല്ലേ. അപ്പോൾ പിന്നെ ഭാരത് മാതയും ആ ഒരു പിക്ചർ കണ്ടിട്ട് ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പറയാൻ എന്താണ്, എനിക്കൊന്നും ഒരു റിയാക്ഷൻ ഇല്ല. ഇവര് എല്ലാത്തിലും രാഷ്ട്രീയം ചെയ്യും. ഒരു മാനവും ഒരു ബഹുമാനവും മറ്റേ ആളുടെ ഒരു ബിലീഫിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക അതൊന്നും ചെയ്യാണ്ട് അവരെല്ലാം ഒരു രാഷ്ട്രീയമായിട്ട് കാണുക, എല്ലാത്തിനും രാഷ്ട്രീയം കളിക്കാൻ മുമ്പോട്ട് പോവുക. അതാണ് ഇന്നത്തെ ഈ LDFന്റെ സ്ഥിതി. 9 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും ഇന്നും പറയുന്നു തുടരും. അതാണ് ഇതൊരു ഫെയിൽഡ് ഐഡിയോളജിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓപ്പോസിഷൻ പാർട്ടീസ്, ഈ കോൺഗ്രസ് ആണോ ലെഫ്റ്റ് ആണോ, അവർ ഇന്ത്യന് വിരുദ്ധം എതിരെ പറയും. ഇങ്ങനെ നമ്മുടെ ഒരു കൾച്ചറോ നമ്മുടെ ഒരു ബിലീഫിനെ കുറിച്ച് ഒരു ഭാരത് മാത എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. ഒരു അഖണ്ഡ ഭാരത്, ഒരു ഇന്ത്യ, നമ്മുടെ ഭാരത് മാത, അതിനെ കുറിച്ച് ഇങ്ങനെ വിമർശിക്കുക, തർക്കിക്കുക. ഇത് ഒരു ലോവസ്റ്റ് ലെവൽ രാഷ്ട്രീയമാണ് LDF ചെയ്യുന്നത്. ഇതിന് എന്തു ഗുണം, ആർക്ക് ഗുണം കിട്ടുന്നുണ്ടെന്ന് LDFന്റെ ഉള്ളിൽ എനിക്കറിയില്ല. ഇത് ഒരു രാജ്ഭവൻ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ബോഡിയാണ്, ഓഫീസാണ്. അവിടെ പോയി ഗവർണറിനെ ബഹുമാനിക്കാനും ഗവർണറിന്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ബഹുമാനിക്കാനാണ് എല്ലാവരുടെയും ഒരു കടമ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഗവൺമെന്റിന്റെ കടമ. അത് ചെയ്യാണ്ട് ഇങ്ങനെ അപമാനിക്കുക ചെയ്യുക, ഇത് ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ മനസ്സിലും ആര് ഇത് കേട്ടാലും ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായ നിലപാട് ദേശീയതയോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ്. ആ ദേശീയ പ്രതീകമായ ഭാരതാംബയുടെ ആ ഒരു ചിത്രത്തിനടുത്തേക്ക് എത്തില്ല, അല്ലെങ്കിൽ അവിടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ ദേശീയതയെ വെല്ലുവിളിക്കുന്ന തരത്തിലല്ലേ? അല്ല, അത് മാത്രമല്ല, ഈ 2 പാർട്ടി ഉണ്ടല്ലോ, കോൺഗ്രസും LDF, 2 പാർട്ടിയും ഒരു കോമ്പറ്റീഷനില്ല. അവർ ഈ പ്രീണ രാഷ്ട്രത്തിന് വേണ്ടി അവർ വിചാരിക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ നമ്മൾ എങ്ങനെയെങ്കിലും ദേശവിരുദ്ധം അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു കൾച്ചർ വിരുദ്ധം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് മുസ്ലിം വോട്ട് കിട്ടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഇത് തെറ്റാണ്. നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിംസും ദേശഭക്ത മുസ്ലിംസാണ്. ഇവരുടെ വിചാരം ഈ പ്രീണ രാഷ്ട്രത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഹിന്ദു സമുദായത്തിനെ അപമാനിച്ചാൽ നമുക്ക് മുസ്ലിം വോട്ട് കിട്ടുന്ന വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയാണോ അത് ലെഫ്റ്റ് ആണോ? കോൺഗ്രസ് പാർട്ടിന്റെ നേതാവ് ഡൽഹിയിൽ പറയുന്നു നരേന്ദ്രമോദിജി സറണ്ടർ. ലോകത്തിന് എല്ലാവരും പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദിന്റെ എതിരെ ഈ ആക്ഷൻ ചെയ്ത് നല്ല ആക്ഷനാണ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ പറയുന്നു ഈ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇന്ത്യന്റെ എതിരെയാണ്. ഇത് ഇവര് പ്രീണ രാഷ്ട്രത്തിന്റെ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് അവരുടെ പ്രീണ രാഷ്ട്രത്തിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഹമാസിന് മുൻകാലങ്ങളിൽ ജയ് വിളിച്ചു, ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോ വെച്ച് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയ നേതാക്കളാണ് ഇന്ന് ദേശീയതയ്ക്ക് മുദ്ര അല്ലെങ്കിൽ ദേശീയ മുഖമായ ഭാരതമാതാവിന്റെ ചിത്രത്തോട് ഒരു അപമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള. അല്ല, ഒന്ന് ഹമാസിനെ വിളിച്ചു, ഹമാസിനെതിരെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിച്ചതാണ് LDF, അത് മറക്കരുത്. പിന്നെ പഹൽഗാമിൽ മതം ചോദിച്ചു കൊന്ന പാകിസ്ഥാനി ഭീകരവാദിയെ ഞങ്ങൾ എതിർക്കുമ്പോ MA ബേബി ഇറങ്ങി പറയുന്നു അവരെ ന്യായീകരിക്കാൻ അവരിറങ്ങുന്നു. അപ്പോ ഇവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ഇവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം ആണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഒരു സിംഗിൾ സെന്റൻസിൽ ഇത് പറയണമെങ്കിൽ ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണ്, ദേശവിരുദ്ധ രാഷ്ട്രീയമാണ്, ജനങ്ങളെ വിരുദ്ധ രാഷ്ട്രീയമാണ്. ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കി പ്രീണ രാഷ്ട്രീയം ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി വിഡ്ഢിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയമാണ്. അതിൽ ഒരു സംശയവുമില്ല. എനിക്ക് അതേ പറയാനുള്ളൂ.